അപ്പോളോ ആരവല്ലി മാത്രമാണോ പ്രൈവറ്റ് സെക്ടറിലെ മികച്ച വെറ്റിനറി കോളേജുകൾ? അത് മികച്ചതാണോ? ആ അതിനെപ്പറ്റി ഒന്ന് ഡിസ്കസ് ചെയ്യാം. അതെ. ചില പേരൻസ് ഓൺലൈനിലൊക്കെ ഒരു സ്റ്റഡീസ് നടത്തിയിട്ടായിരിക്കും നമ്മളെ വിളിക്കുന്നത്. അപ്പം മിക്കവരും ചോദിക്കാറുള്ള ക്വസ്റ്റ്യനാണ്, അപ്പോൾ അപ്പോളോ ആരവല്ലിയൊക്കെ ഇച്ചിരി പഴയ കോളേജല്ലേ, സേഫ് ആയിരിക്കുമല്ലോ, നല്ല കോളേജായിരിക്കില്ലേ അത് എന്നുള്ളത്. സേഫ് അല്ലാന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. കാരണം അപ്പോളോയൊക്കെ ഇരിക്കുന്നത് വളരെ പ്രൈം ലൊക്കേഷനിലാണ്. കഴിഞ്ഞ കഴിഞ്ഞ വർഷം വരെ ഈ കൗൺസിലിംഗ് വരുന്നോടം വരെ ഒരു 10 ലക്ഷം രൂപ ഡൊണേഷനിലേക്കാണ് അവർ സീറ്റ് എടുത്തുകൊണ്ടിരുന്നത്. വേറൊരു സിസ്റ്റം തന്നെയാണ് അവിടെ നടക്കുന്നത്. ഉം, ഉം. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ പറഞ്ഞ കോളേജുകൾ ആയിരുന്നു അന്ന് പറഞ്ഞാൽ ഈ പലരും അഭിപ്രായം എടുക്കുന്ന ആക്ച്വലി ഒരു വെറ്റിനറി സർജനോടൊക്കെ ആയിരിക്കും. കാരണം അവരുടെ കൂടെ വർക്ക് ചെയ്തേക്കുന്നത് ഇതൊക്കെ 2010 എസ്റ്റാബ്ലിഷ്ഡ് ആയതുകൊണ്ട് അവരുടെ കൂടെ പഠിച്ച് അവിടെ കൂടെ വർക്ക് ചെയ്ത കുറേ പേര് ഇവിടെ പഠിച്ചിട്ടൊക്കെ വന്നേക്കുന്ന പേരൻസ് എന്താണ് വെറ്റിനറി ഡോക്ടേഴ്സ് ഉണ്ടായിരുന്നതായിരിക്കും. പക്ഷേ ആ ഒരു സിറ്റുവേഷൻ 2018 ശേഷം മാറിയിട്ടുണ്ട്. അതായത് ഒരു 6 കൊല്ലം മുമ്പുള്ള സിറ്റുവേഷൻ അല്ല ഇപ്പോഴത്തെ, അല്ലേ? അവർക്കും അന്ന് പറഞ്ഞാൽ ഇപ്പം ഈ 2018 മുതൽ ആക്ച്വലി ഒരു 10ഓളം അന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ ഒരു 8ഓളം വെറ്റിനറി കോളേജിന് പുതിയതായിട്ട് അഫിലിയേഷൻ കിട്ടിയിട്ടുണ്ട്. ഉം. അതിൽ ഏറ്റവും ടോപ്പ് പ്രീമിയം കോളേജ് എല്ലാം ഇതിൻ്റെ അകത്താണ് വന്നേക്കുന്നത് ആക്ച്വലി. അതായത് 2018 ശേഷം വന്ന പ്രീമിയം വെറ്ററിനറി കോളേജുകളുടെ ഫെസിലിറ്റീസ് ഓവറോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ പറഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ 2 കോളേജുകളെക്കാളും ബെറ്റർ ആയിരിക്കും, അല്ലേ? അതെ അത് ഫീസ് വൈസ് ആണെങ്കിലും ഈ പറയുന്ന മറ്റേ അക്കാഡമിക് വൈസ് ആണെങ്കിലും. അതെ അത് കാരണമാണ് ഇപ്പോൾ ഈ പറഞ്ഞ കോളേജുകളിലേക്ക് കൂടുതൽ സ്റ്റുഡൻസ് 200+ മലയാളി സ്റ്റുഡൻസ് പഠിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരു 10ഓളം വെറ്റിനറി സർജൻമാരുടെ മക്കൾ പഠിക്കുന്ന കോളേജുകളെല്ലാം ഈ കോളേജുകളിലല്ല പഠിക്കുന്നത്. കാരണം ഇതിനേക്കാളും ഒത്തിരി പ്രീമിയം ആയിട്ടുള്ള കോളേജ് ഈ 2018 ശേഷം അതുണ്ട്. അതെല്ലാം അതിൻ്റെ പേപ്പറിലെ ഷെഡ്യൂൾ 1 വന്നു ആ കോളേജ് ആക്ച്വലി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ പറഞ്ഞാൽ 200+ മലയാളി സ്റ്റുഡൻസ് പഠിക്കുന്നുണ്ട്. ഈ പറഞ്ഞ 2 കോളേജിൽ രാജസ്ഥാനാണ് ലൊക്കേറ്റ് ചെയ്തേക്കുന്നത്. രാജസ്ഥാനേക്കാൾ ഒരു പടി കൂടുതൽ ഹയർ ക്വാളിറ്റി ഇപ്പോൾ യൂണിവേഴ്സിറ്റി വൈസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഈ പറഞ്ഞ കോളേജിൻ്റെ ക്വാളിറ്റി വൈസ് ആയിക്കോട്ടെ ഹരിയാനയിലാണ് കിട്ടുന്നത്. മലയാളി പോപ്പുലേഷൻ ആയാലും. അതെ. സോ ഹരിയാനയിലെ കോളേജാണ് കുറച്ചും കൂടെ ക്വാളിറ്റി ഉള്ള കോളേജ്. സോ അത് മാത്രമാണ് ബെസ്റ്റെന്ന്. അത് ബെസ്റ്റ് അല്ല എന്നല്ല, അതിനേക്കാളും ബെസ്റ്റായ കോളേജ് നമുക്ക് അതിനേക്കാളും നിലവിൽ അവൈലബിൾ ആണ്. അതെ. മാത്രമല്ല ഫീസും അതുപോലെ തന്നെ വ്യത്യാസമുണ്ട്, അല്ലേ? ഫീസിൽ പോലും വ്യത്യാസം. അവിടെ പഠിച്ചാലും ഈ പറഞ്ഞ പോലെ AVMA റെക്കഗ്നൈസേഷൻ ഇല്ല. കാരണം അത് രാജുവാസിൻ്റെ അണ്ടറിലാണ് വരുന്നത്. ഇവിടെ ഹരിയാനയാണെങ്കിൽ ലുവാസിൻ്റെ അണ്ടറിലാണ് വരുന്നത്. പിന്നെ ഇതെല്ലാം ഷെഡ്യൂൾ 1 കോളേജുകളാണ്. സോ ഷെഡ്യൂൾ 1 കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ എന്താണ് നമ്മൾ ആ ഫെസിലിറ്റി മാത്രമാണ് പിന്നെ നോക്കേണ്ടത്. അതിൻ്റെനേക്കാളും 100 ടൈംസ് ബെറ്റർ ഹോസ്റ്റൽ ഫെസിലിറ്റിയും ബാക്കി ക്ലാസ് റൂം ഫെസിലിറ്റീസും സിമെൻസായിട്ട് ഡയറക്റ്റ് അസോസിയേറ്റഡ് ആയ കോളേജൊക്കെ ഇന്ത്യയിൽ അവൈലബിൾ ആണ്. സോ നിങ്ങളിതെല്ലാം വിസിറ്റ് ചെയ്യുക, അതും വിസിറ്റ് ചെയ്യുക, ഈ കോളേജും വിസിറ്റ് ചെയ്യുക, എന്നിട്ടൊരു ഓപ്ഷൻ എടുക്കുക. താങ്ക് യു.